എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. എന്താലേ സാധനം ക്വാളിറ്റി നമുക്കുണ്ടടാ സാധനം. അല്ല പിന്നെ മലയാളം വരുന്നുണ്ടടാ മോളിവുഡ്. ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. പീക്കന്റെ അല്ലേ ഇത്? ഞങ്ങൾക്കും ഉണ്ടറാ എന്ന് ഓരോ തമ്പനയിൽ തന്നെ അതാ ഞങ്ങൾക്കും ഉണ്ടറാ അത്. ശരി, ഇപ്പൊ ഈ ചെങ്ങായി ഫുള്ള് കോപ്പി കേട്ടോ. ഞാനും വിചാരിക്കും ഇവൻ എങ്ങനെ ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ പറയാൻ കിട്ടുന്നത്. ഫുള്ളൂടായി കോപ്പിയാണേ. അല്ല എന്നാലും കുഴപ്പമില്ല, നല്ല നല്ല സാധനം വരുന്നുണ്ടെന്നുള്ളത് സമ്മതിച്ചല്ലോ. അത് പിന്നെ സത്യമല്ലേ. ചിലത് കേട്ടോ, ചിലത് അഴുക്കാച്ചെറുക്കൻ കൂട്ടുകാരനേക്കാൾ മോശം. സത്യം മോശം. ഓക്കെ, എന്തായാലും നമ്മുടെ കോമ്പിനേഷൻ അടിപൊളിയല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് കൊള്ളാം. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക്. അതായത് പീക്കൻ്റെ ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്, ലോക ടീസറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ. അത് റിയാക്ഷൻ ചെയ്യണം, അതിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഇന്നലെ ഇത് രാത്രി വന്നത്, ഇത് റിയാക്ഷൻ ചെയ്യണമല്ലോ എന്നുള്ള ഒരു മൈൻഡിൽ സെറ്റൊക്കെ ആക്കി കടന്നുറങ്ങി. പക്ഷേടാ ഇന്നലെ ഫുള്ള് കല്യാണി പ്രദർശനമായിരുന്നു എൻ്റെ മനസ്സിൽ, സ്വപ്നത്തിൽ. അതും പോയി. അല്ലടാ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അതായത് അതിനിടയിൽ ഞാൻ ഒന്ന് ഉണർന്നിട്ടുണ്ട്, അതിനുശേഷം ഉറങ്ങിയിട്ട് വീണ്ടും ഞാൻ കല്യാണിനെ കണ്ടത്. ഒറ്റൊരു ഉത്തരവുള്ളൂ അതിന്. കല്യാണിയോട് കല്യാണി ഒന്ന് സൂക്ഷിച്ചോളാം, ഓടിക്കോന്നല്ലേ. എന്തൊരു ലുക്കല്ലേ മണിമുത്ത്. കഴിഞ്ഞു ഒന്ന് ക്രഷ് അടിച്ച് വരികയായിരുന്നു ഞാൻ, അത് നശിപ്പിച്ച്. കല്യാണിന്റെ ലുക്ക് പൊളിയാ. കോമ്പറ്റീഷൻ വേണ്ടല്ലോ. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് പീക്കൻ്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, ലോകയുടെ, കാണാം. ഇവരാണ് 1.5 പാർട്ടി. ഗംഭീരം. ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞതിന്റെ ഒഫീഷ്യൽ ടീസർ വന്നിരിക്കുകയാണ്. എനിക്ക് അവനൊന്ന് കാണണം. ഒന്നുകൊണ്ട് കാണിച്ചു വിടണോ? എന്തൊരു ശ്മശാനം. ഇല്ലല്ല, പേടിക്കണ്ട. മൂഡ് മാറ്റിയോ? ഒക്കെ മുള്ളിന്നാ കേട്ടത്. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. മനസ്സിലായില്ല. അപ്പൊ ഞാൻ ആരാന്നറിയണം. കല്യാണിയെ കണ്ടിട്ട് മനസ്സിലായില്ല. അറിഞ്ഞില്ലല്ലോ പിന്നെ, ആരും പറഞ്ഞില്ല. എങ്ങാണ്ടൊന്നും വലിഞ്ഞു കയറി വന്നല്ലേ ഈ പന്ന കരുതിയ. ചന്ദ്ര ഇതിപ്പം കല്യാണിനെ കുറിച്ച് പറയാൻ വാദവരാതെ പറഞ്ഞു പോവാണ്. കാരണം എന്താ വെച്ചാൽ കല്യാണിന്റെ ലുക്ക് സൂപ്പറായിട്ടുണ്ട്, കോസ്റ്റ്യൂമൊക്കെ പൊളി. ഞാൻ നല്ല രീതിക്ക് ഒന്ന് പറഞ്ഞു തുടങ്ങുമായിരുന്നു, അപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട്. എന്റെ മജീദേ, ഇത് ഐറ്റം വേറെയാ. ഞാനിതൊക്കെ നിൽക്കാമെന്നാ വിചാരിച്ചത്. ഇവനാള് കുഴപ്പമില്ലല്ലേ. എല്ലാവർക്കും എന്നെ മതി. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. ഞാനിതൊക്കെ നിൽക്കാമെന്നാ വിചാരിച്ചത്. എന്തായാലും ഇതൊക്കെ മിത്താണെന്ന് കരുതിയിരിക്കുന്ന ആള് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സിനിമയാണ്. അത് ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ? നമുക്ക് പറഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാംബരിച്ചാണെന്ന്.
വാട്ട് എ ഫ്രെയിം. എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതൊരു സാമ്പിൾ പഠിക്കട്ടെ. പൂരം തുടങ്ങാൻ ഇരിക്കുന്നല്ലേ ഉള്ളൂ. സിനിമാറ്റോഗ്രാഫി നിമിഷ് രവി. എന്റെ അമ്മ സംഭവപ്പെട്ട SLC എഴുതാൻ പോണ ചെക്കനാ ഏസ് കിട്ടും. ഇയാള് ഭയങ്കരനാട്ടാ, ഭയങ്കരനാ. ഡൊമിനിക് അരുണേ. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാല്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പേശൻ എന്നോട് പറഞ്ഞതല്ലേ? എന്റെ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം. ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ, എനിക്കിഷ്ടായി. എന്താ കൂടെ ആ ഒരു കളർ ടോണും എസ്പെഷ്യലി ഷോർട്ട് ഡിവിഷൻ ഇസ് ജസ്റ്റ് പ്യുവർ എന്താ പറയുക ഹോളിവുഡ് സ്റ്റാൻഡേർഡ്. സത്യം. ഏതാ ആ സീനിലാ കറങ്ങുന്നത്? എന്റെ അടിയൊക്കെ അവിടെ തടഞ്ഞു കളഞ്ഞു. ബ്ലാക്ക് ബെൽറ്റ്. അത് പിന്നെ ആ കാര്യത്തിൽ കല്യാണി നമുക്ക് അളക്കാൻ പറ്റില്ല, ഫൈറ്റിന്റെ കാര്യത്തിൽ കേട്ടോ. നോ ഡൗട്ട് അവളുടെ ആ കാര്യത്തില് ആള് പക്കേ. ഇവിടെ ഞാനൊരു കലക്കുമെന്ന് നമ്മള് ഹോളിവുഡിലൊക്കെ സിനിമ കാണുന്ന സമയത്തുള്ള ഷോർട്സ് ഉണ്ടല്ലോ, അതുപോലത്തെ ഷോർട്ട് ഡിവിഷൻസും ബ്യൂട്ടിഫുൾ വിഷ്വൽസ്. താനങ്ങ് ഇറങ്ങി കളിക്കുക അല്ലയോ? കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം. അതതിന്റെ മുറക്ക് നടത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ കേട്ടാ. She's coming. ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ് ബൈ ദ വേ. ഓണത്തിന് റിലീസാണ്, എന്തായാലും സിനിമ ഇറങ്ങട്ടെ, അപ്പൊ നമുക്ക് എന്തായാലും കാണാം. ഡീക്വനാ ടൊവിനോണോ? സസ്പെൻസ് ലാസ്റ്റ് ഷോട്ട് ഭയങ്കരം. ഇതിനകത്ത് ഇപ്പം വർണ്ണിക്കാനേ ആ ടീച്ചർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പറയാൻ വാക്കുകൾ കിട്ടാത്ത കല്യാണിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അതായത് കല്യാണി ഒറ്റക്ക് തോളിലേറ്റി, അത് ടീച്ചർ കണ്ടറിയാം ആള് സിനിമയിൽ എന്തായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ആറ്റിറ്റ്യൂഡ്. ആളെ കൊടുക്കുന്ന ക്യാരക്ടറിന് ഇടുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അത് ആന്റണി മുതൽ അതിൽ അങ്ങനെയുണ്ട്. ആന്റണിയിലൊക്കെ ആള് ചെയ്തിരിക്കുന്ന ആ സീരിയസ് ആവേണ്ട ഫൈറ്റ്, സീരിയസ് ആവേണ്ട സമയത്ത് ആളല്ലാണ്ട് ഒരു എന്താ നമ്മളെ ദുൽമ കാണിക്കാൻ പറയില്ല, ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതായത് കോളേജിൽ നിന്ന് അടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ പൊളിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറിനെയും ബെസ്റ്റ് ആയിരിക്കും. ആൾക്ക് ഈ ഡയലോഗ് ഡെലിവറിയിൽ മാത്രമേ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. സത്യം. ശരിക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. എന്താണെങ്കിലും കറക്റ്റ് മറ്റേ കാസ്റ്റിംഗ് ആണെന്നാണ് നമുക്ക് പറയാനുള്ളൂ കേട്ടോ ആളുടെ കാര്യത്തിൽ. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി ആള് നന്നായാൽ മതി. അതെ. പിന്നെ ചന്ദ്ര, അതായത് പേരെന്നെ ചന്ദ്ര എന്നാണല്ലോ, ഇപ്പൊ ചന്ദ്ര നന്നായാൽ മതി. ബാക്കിയൊക്കെ പിന്നെ അതിന്റെ വഴിക്ക് എല്ലാം റെഡി ആയിക്കോളും. പിന്നെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നെസ്ലന് കൊടുത്തിട്ടുണ്ട്, അത് ആൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുള്ളൂ, അത് നന്നായിട്ട് ചെയ്തിട്ട് പോവുള്ളൂ. അതൊക്കെ നമുക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. മറ്റുള്ളവരുടെ ഇപ്പൊ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിഞ്ഞൂടാ. ചന്തുവും നെസ്ലനും അരുണും വരുമ്പോ അത് നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പം അടിപൊളി ആയേക്കാം, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.